വാലന്റൈൻ, ഫെബ്രുവരി 14th, വാലന്റൈൻസ് ഡേ, സെയിം വാലന്റൈൻ. എന്താ ഇവ തമ്മിലുള്ള കണക്ഷൻ എന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം AD 200-270 നടന്ന ഒരു സംഭവമാണ്. അതായത് ക്ലോഡിയൂസ് രണ്ടാമൻ്റെ കാലത്ത് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ റോമ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നു. ഈ ക്ലോഡിയസ് രണ്ടാമൻ്റെ കാലത്ത് റോമ സാമ്രാജ്യത്തിലെ സൈനികർ കുറയുകയും റോമ സാമ്രാജ്യം ഏകദേശം ഒന്ന് തകരുന്ന അവസ്ഥയിലേക്കൊക്കെ ആയി. ആ സമയത്ത് ക്രിസ്തീയ മതപീഡനമൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, വിവാഹം കഴിക്കാത്ത സോൾജേഴ്സാണ് നമുക്ക് ആവശ്യം, എന്നാൽ മാത്രമാണ് യുദ്ധത്തിൽ നന്നായിട്ട് പോരാടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ രാജ്യത്തൊരു നിയമം കൊണ്ടുവരികയാണ്, വിവാഹം നിരോധിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വിവാഹം നിരോധിക്കുകയാണ്. ആ സമയത്ത് സെയിൻറ്റ് വാലന്റൈന് ഈ ഒരു അഭിപ്രായത്തോട്, ഈ ഒരു നിയമത്തോട് തീരെ യോജിപ്പുണ്ടായില്ല. അന്ന് ജീവിച്ചിരുന്ന, അന്ന് ഉണ്ടായിരുന്ന പ്രണയിതാക്കളെ ഒക്കെ അദ്ദേഹം രാത്രിയിലും ഓരോ സമയത്ത് രഹസ്യമായിട്ട് അവരുടെ ഒക്കെ വിവാഹം ആ കത്തോലിക്ക പുരോഹിതൻ നടത്തി കൊടുക്കുകയാണ്. അങ്ങനെ സ്നേഹിച്ചവരൊക്കെ അദ്ദേഹം യോജിപ്പിക്കുകയാണ്. ഈ സമയത്താണ് അസ്റ്റീരിയസ് എന്ന് പറയുന്ന ഒരു ജഡ്ജി അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്ധയായ മകൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും അന്ധയായ മകൾക്ക് കാഴ്ചശക്തി ലഭിക്കുകയും ചെയ്യാണ്. അതിനുശേഷം ആ അന്ധയായ മകളും ആയിട്ടും അസ്റ്റീരിയസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും ഈ വാലന്റൈന് നല്ല അടുപ്പത്തിൽ വരികയും അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ഈ ക്ലാഡിയൂസ് സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ് ഈ സത്യം തിരിച്ചറിയുകയാണ്. അതായത് വാലന്റൈൻ യുവാക്കളെ എല്ലാം വിവാഹത്തിന് ഒരുക്കുകയും അവർക്ക് വിവാഹം നടത്തി കൊടുക്കുകയാണ് ചെയ്യണമെന്നുള്ള കാര്യം ക്ലാഡിയൂസ് തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തെ ക്ലാഡിയൂസ് അറസ്റ്റ് ചെയ്യുകയും തടങ്കലിലാക്കുകയും അവസാനം അദ്ദേഹത്തെ AD 269 ഫെബ്രുവരി 14th അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യാണ്. ആ വധിക്കുന്നതിന് തൊട്ട് മുൻപ് അസ്റ്റീരിയസിൻ്റെ മകൾക്ക് വാലന്റൈൻ എഴുതുന്ന ഒരു ലെറ്ററിൻ്റെ അവസാനത്തെ വാക്കുകളാണ് യുവർ വാലന്റൈൻ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ ഇന്ന് ഫെബ്രുവരി 14th നമ്മളെല്ലാവരും സ്നേഹത്തെ സെലിബ്രേറ്റ് ചെയ്യണം. നമുക്കും നമ്മുടെ ജീവിതങ്ങളിലും നല്ല നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, ഒന്നും പ്രതീക്ഷിക്കാത്ത, പേരൻസിനെ ഒന്നും വിഷമിപ്പിക്കാത്ത നല്ല പ്രണയങ്ങൾ ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.